ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ കൊലയാളി പിടിയിലായെന്ന് വിശ്വസനീയമായ വിവരങ്ങൾ. അസം സ്വദേശി മിനാമുറുളാണ് പിടിയിലായത്. ഇയാൾക്ക് 30 വയസ്സോളം പ്രായമുണ്ട്. 3 ദിവസം മുൻപ് പാലക്കാട് വച്ചാണ് ഇയാൾ പിടിയിലായത്. പ്രതി കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാകും. വിവരങ്ങളുമായി സമീർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സമീർ, നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? മനു, ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്കെതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ഏറെക്കുറെ പോലീസിന് നേരത്തെ തന്നെ ലഭ്യമായിരുന്നു. പ്രധാനമായും ചെരുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു പോലീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ ചെരുപ്പ് ഈ വ്യക്തിയുടെ തന്നെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കുറുപ്പമ്പടിയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഈ ജിഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി ഈ വ്യക്തിയാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. ജിഷയുമായി ഏറെ തവണ ഇദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും ഫോൺ കോൾ രേഖകളുടെ പരിശോധനാ ഫലത്തിലും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഏറെ കാത്തിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം DNA പരിശോധനാ ഫലമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഫലം കൂടി വന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടി വരുമ്പോഴാണ് ഇയാൾ തന്നെയാണ് ഈ ക്രൂരകൃത്യം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാവുന്നത്. ജിഷയുടെ തോളിന് പിന്നിൽ ചുരിദാർ കൂട്ടിക്കടിച്ച ഭാഗത്തു നിന്ന് ഉമിനീരും അതോടൊപ്പം തന്നെ വാതിൽ കുളത്തിൽ പറ്റിപ്പിടിച്ചിരുന്ന രക്തക്കറയും അതോടൊപ്പം ജിഷയുടെ നഖത്തിനടിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തൊലിയിലെ കോശങ്ങളുമായിരുന്നു നേരത്തെ പരിശോധന നടത്തിക്കൊണ്ട് അതിന്റെ ഫലം പോലീസിന്റെ കൈവശമുണ്ട്. ആ പരിശോധന ഫലവുമായി ഇപ്പോൾ വന്ന DNA പരിശോധനാ ഫലം സാമ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ക്രൂരകൃത്യം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ള ഈ അസം സ്വദേശിയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് ഔദ്യോഗികമായുള്ള സ്ഥിരീകരണമാണ് ഉണ്ടാകേണ്ടത്. അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ വ്യക്തിക്ക് ജിഷയുമായിട്ടുള്ള ബന്ധവും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ തൊഴിൽ ചെലവിന് വേണ്ടി കൂടി തന്നെ 4 പേർ കൂടി അസം സ്വദേശിയുള്ള ഈ വ്യക്തിയുടെ സുഹൃത്തുക്കളായ 4 പേർ കൂടി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും ഈ ഇപ്പോൾ പിടിയിലായിട്ടുള്ള മിനാമുറിനെയും പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തുവരികയാണ്. കൊച്ചിയിലെ രഹസ്യ കേന്ദ്രത്തിലാണ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നത്. ഈ വ്യക്തിയെ ഇപ്പോൾ എവിടെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. ആലുവയിലാണോ അതല്ല അതോടൊപ്പം പെരുമ്പാവൂരിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലാണോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ വ്യക്തിയെ ഇപ്പോഴൊന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലീസ് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും രാജ്യത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. പെരുമ്പാവൂരിൽ നീണ്ടുനിന്ന അനിശ്ചിതകാല രാപ്പകൽ സമരങ്ങളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ ഒരു കൊലപാതകം. അതുകൊണ്ട് തന്നെ ഇയാളെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് തന്നെ ഉണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യമാണ് പോലീസ് കാണുന്നത്. അത്തരം സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് മറച്ചുവെക്കുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരി ഉണ്ടായിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും സമീർ, എല്ലാവരും അതുതന്നെയാണ്. ഒരുപക്ഷെ രാജ്യം മുഴുവൻ കാത്തിരിക്കുന്ന ചർച്ച ചെയ്ത ഒരു കൊലപാതക കേസ് അത് നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. ഇനി ചില ഔപചാരികമായ നടപടിക്രമങ്ങൾക്കപ്പുറം ഇയാളെ മാധ്യമങ്ങൾക്കടക്കം മുന്നിലേക്ക് പരസ്യപ്പെടുത്തും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. കൃത്യമായ വിവരങ്ങൾ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് വരേണ്ടതുണ്ട്. സുനിൽ അരിമാനൂർ കൂടി ചേരുന്നുണ്ട് ന്യൂസ് റൂമിൽ നിന്നും. ജിഷ വധക്കേസിൽ DNA പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നു. DNA പ്രതി മിനാമുറിൻ്റെതാണെന്ന് വ്യക്തമായിരിക്കുന്നു. സുനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത വിഷയമാണ്. 3 ദിവസമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് ഈ DNA പരിശോധനാ ഫലത്തിനായി പോലീസ് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. തീർച്ചയായും മനു, വളരെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലാണ് പുതിയ അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിയെ സ്ഥിരീകരിച്ചുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്താനാണ് ADGP സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അല്പം മുമ്പാണ് DNA പരിശോധനാ ഫലം തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് ലഭിച്ചത്. നേരത്തെ ഇവരുടെ കൈവശമുണ്ടായിരുന്ന പരിശോധനാ സാമ്പിളുകൾ ആ റിസൾട്ടും ഇപ്പോൾ ലഭിച്ച DNA ഫലവും ഒരുപോലെ ആയിരിക്കുന്നു. DNA എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വ്യക്തി തന്നെയാണ്, ഈ കസ്റ്റഡിയിലുള്ള അസം സ്വദേശി മിനാമുറുൾ തന്നെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ആദ്യമേ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ പാലക്കാട് നിന്ന് പ്രത്യേക ഈ ടീം ഫോം ചെയ്തുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തിയത്. അത്തരത്തിലുള്ള ടീമിൻ്റെ വലയിലാണ് ഈ പാലക്കാട് നിന്ന് ഈ അസം സ്വദേശി മിനാമുറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി തന്നെ കൊലപാതകം നടത്തിയത് താനാണെന്നും എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നും വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇത് ഏറെ വിവാദ ചർച്ചാ വിഷയമായ കേസായതുകൊണ്ട് തന്നെ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൻ്റെ അല്ലെങ്കിൽ
അല്ലെങ്കിൽ കുറ്റസമ്മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാതെ ADGP സന്ധ്യ DGPയുമായി തന്നെ ഇക്കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബെഹ്റ തന്നെയാണ് പറഞ്ഞത്, ശാസ്ത്രീയമായ തെളിവുകൾ കൂടി നമുക്ക് ഇതിന് അടിസ്ഥാനമാക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് നീങ്ങിയതും അന്ന് ശ്രദ്ധിക്കാതെ പോയ ഈ ചെരുപ്പിലെ രക്തക്കറ എടുത്തുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധനയിലേക്കും ഉമിനീര് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയും നഖത്തിനടിയിൽ നിന്ന് ജിഷയുടെ നഖത്തിനടിയിൽ നിന്ന് ലഭിച്ച തൊലിയിലെ കോശം വെച്ചുകൊണ്ടുള്ള പരിശോധനയും ഒക്കെ നടത്തിക്കൊണ്ട് അതുപോലെ ചെരുപ്പിലെ രക്തക്കറ ഫോറൻസിക് ലാബിൽ അയച്ച് പരിശോധിച്ചു. ഇതിൻ്റെ എല്ലാ പരിശോധനാ റിപ്പോർട്ടുകളും ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന അസം സ്വദേശി മീൻ അമറുടേതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു ചടങ്ങ്, അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ വീണ്ടും നടത്തും. കാരണം നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ADGP സന്ധ്യ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരികയോ അല്ലെങ്കിൽ ഇതിനകത്ത് വന്ന സമയം 4 മണി എന്നാണ്, ജിഷയുടെ വീട്ടിലേക്ക് വന്ന സമയം 4 മണി എന്നാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ക്രോസ് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ പോകണം. അതിനുശേഷം മാത്രമേ കൃത്യമായ ഒരു റിപ്പോർട്ട് ആയതിനു ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയുള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇത് തന്നെയാണ് DGPയുമായി അല്പം മുമ്പ് ADGP സന്ധ്യ സംസാരിക്കുകയും ചെയ്തു. DGPയും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ്. DGP മുംബൈയിലാണ് ഉള്ളത്. അദ്ദേഹം ചിലപ്പോൾ വൈകുന്നേരം കൊച്ചിയിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. മനു, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ചെരുപ്പ് തന്നെയാണ്. ഈ ചെരുപ്പ് വാങ്ങിയ കടയുടമയുടെ മൊഴി, അതുപോലെ തന്നെ ഈ ജിഷയുമായിട്ടുള്ള ഇയാളുടെ സൗഹൃദം വെളിവാക്കുന്ന പെരുമ്പാവൂരിലെ ഒരു സ്റ്റുഡിയോയിലെ ഫോട്ടോകൾ, ഇതൊക്കെ നിർണായകമായിട്ടുള്ള തെളിവായി. കാരണം ജിഷയുമായി ഇയാൾക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു, സുഹൃത്തായിരുന്നു എന്നുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള മൊഴികൾ ലഭിക്കുകയുണ്ടായി. ഇത് ഇനി ഏറ്റവും നിർണായകമായി പോകേണ്ടത് ഈ വ്യക്തി ജിഷയെ കാണാനായി വീട്ടിൽ വന്നിരുന്നു എന്നുള്ള തരത്തിലൊരു മൊഴിയുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ജിഷയുടെ അമ്മയും ജിഷയുടെ ചേച്ചിയെയും ഈ പ്രതിയെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അവരെയും വിളിച്ചു വരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ വളരെ രഹസ്യമായ കേന്ദ്രത്തിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ നിലനിൽക്കുന്നു എന്നുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി തന്നെ ഇവരെയും ചോദ്യം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവരെയും കൂടെ കൊണ്ടുവന്ന് ഇയാളെ സ്ഥിരീകരിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. ഏതായാലും ഈ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം മന്ത്രിസഭാ യോഗത്തിലെടുത്ത ആദ്യ തീരുമാനം ഈ ജിഷ കൊലപാതക കേസ് അതിലെ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം നിറവേറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മനു, തീർച്ചയായിട്ടും സുനിൽ തുടരുക. നമുക്ക് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ജിഷ കേസിലെ പ്രതിയെ പിടികൂടാനായത് കേരള പോലീസിന്റെ അഭിമാനകരമായ നേട്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം കാത്തിരുന്ന വാർത്തയാണ് ജിഷ കേസിലെ പ്രതിയെ കണ്ടെത്തുക എന്നത്. പോലീസിന്റെ തൊപ്പിയിലെ പൊൻതൂവൽ കൂടിയാണിത് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷക സംഘത്തിന് പൂർണ്ണമായും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അദ്ദേഹത്തെ ആ പ്രതി പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. അപ്പോൾ പൂർണ്ണ വിവരങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അധികം വൈകാതെ തന്നെ അവരിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കാം. അത് തീർച്ചയായും കേരളം ആകെ പ്രതീക്ഷിക്കുന്നൊരു കാര്യമാണത്. അത്തരമൊരു പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നു എന്നത് അന്വേഷക സംഘത്തിൻ്റെ തൊപ്പിയിൽ വലിയൊരു തൂവൽ തന്നെ ചാർത്തുന്ന നടപടിയാണ്. കേരള പോലീസിനെ അഭിനന്ദിക്കുന്നുവെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആദ്യ അന്വേഷണ സംഘം തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിന് മറുപടിയാണിതെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് അന്വേഷണം ചിലപ്പോൾ പെട്ടെന്ന് പ്രതിയെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാകും, ചിലപ്പോൾ വൈകും. പക്ഷേ കേരള പോലീസിന് സാമർഥ്യത്തോടെ പ്രതികളെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇതിലൂടെ തെളിയിച്ചിട്ടുള്ളത്. ജിഷ കൊലപാതകം നടന്നപ്പോൾ തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണത്തിന് മറുപടിയാണ് ഇപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ സഹായിച്ചിട്ടുള്ളത്. കേരളം കാത്തിരുന്ന, രാജ്യം കാത്തിരുന്ന വാർത്ത. പെരുമ്പാവൂർ ജിഷ കൊലക്കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു. കൊലയാളി പിടിയിലായെന്ന് വിശ്വസനീയമായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അസം സ്വദേശി മിനാമറുള്ളാണ് പിടിയിലായത്. വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും സമീർ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സമീർ, 3 ദിവസമായി ഇയാൾ പോലീസിന്റെ പിടിയിലായിട്ട് പാലക്കാട് നിന്നാണ് പിടിയിലായത്. സമഗ്രമായ ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഇയാൾ തന്നെയാണ് കൃത്യം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്?
സമീറിന്റെ ടെലിഫോൺ ബന്ധത്തിൽ തകരാർ സംഭവിച്ചിരിക്കുന്നു. വിശ്വസനീയമായ വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അസം സ്വദേശി മിന്നമറുളാണ് പിടിയിലായതെന്ന്. ഇയാൾക്ക് 30 വയസ്സിനടുത്ത് പ്രായമുണ്ട്. 3 ദിവസം മുൻപ് പാലക്കാട് വച്ചാണ് ഇയാൾ പിടിയിലായത്. പ്രതി കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ട്. ഔദ്യോഗിക സ്ഥിരീകരണം ഇന്ന് തന്നെ ഉണ്ടാകും. അതേസമയം പ്രതിയുടെ DNA പരിശോധന നടത്തിയിരുന്നു. ഇതും പോസിറ്റീവ് ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. എല്ലാ വിവരങ്ങളും ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടാണ് പുതിയ അന്വേഷണ സംഘത്തിൻ്റെ ഇയാളിലേക്കുള്ള നീക്കങ്ങളെത്തിയത്. ചെരുപ്പിൽ നിന്ന് ലഭിച്ച ചോരത്തുള്ളികളുടെ വരെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രധാനമായും ചെരുപ്പ് കടക്കാരൻ്റെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന് സ്റ്റുഡിയോ ഉടമയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സമീർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സമീർ, സമഗ്രമായ ശാസ്ത്രീയമായ പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഒടുവിൽ DNA പരിശോധനാ ഫലവും പോസിറ്റീവായി ലഭിച്ചിരിക്കുന്നു. ഈ ജിഷയുടെ കൈനഖത്തിന്റെ അടിയിൽ നിന്ന് ലഭിച്ച കോശങ്ങളടക്കമുള്ളവ ഈ DNA പരിശോധനാ ഫലവുമായി മാച്ച് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പോലീസ് സമഗ്രമായി കൃത്യം ചെയ്തത്, ഇയാളാണ് എന്ന നിഗമനത്തിലേക്ക് എത്തിയത്? മനു, ഈ കൊലപാതകത്തിന്റെ ക്രൂരകൃത്യത്തിന്റെ ആഴം മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു മലയാളി ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യില്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ തന്നെയുള്ള ഒരു നിഗമനം. പ്രത്യേകിച്ചും ജിഷയുടെ മൃതദേഹം കിടക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കണ്ടതാണ്. അവിടെ വയറ് കീറിക്കൊണ്ട് ആന്തരാവയവങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനനേന്ദ്രിയം കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ട് തകർത്തിരിക്കുന്നു. അത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകം ഒരുപക്ഷെ ഒരിക്കലും ഒരു മലയാളി ചെയ്യില്ല. അത് പ്രത്യേകിച്ചും പെരുമ്പാവൂർ പോലുള്ള മേഖലയിൽ വലിയ രീതിയിലുള്ള അന്യസംസ്ഥാനത്തോടുള്ള സാന്നിധ്യമുണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള ഒരു സംശയം പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഉണ്ടായിരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പുതിയ അന്വേഷണ സംഘം വന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇതിനു വേണ്ടി നിയോഗിക്കുകയും തുടർച്ചയായിട്ട് ലേബർ ക്യാമ്പുകളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് തുടർച്ചയായിട്ടുള്ള പരിശോധന നടത്തും. രാത്രിയും പകലും ഇവിടങ്ങളിൽ പരിശോധന നടത്തുകയും പ്രത്യേകിച്ചും ഇവരുടെ ഫോൺ കോൾ രേഖകൾ സംബന്ധിച്ചുള്ള പരിശോധനയും ഉണ്ടായിരുന്നു. ഇതിനകത്താണ് ഏതാനും പേർ ഇവിടെ നിന്നും. സമീർ, ടെലിഫോൺ ലൈൻ ക്ലിയർ ആകുന്നില്ല, വാക്കുകൾ മുറിഞ്ഞു പോകുന്നു, റേഞ്ചിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വളരെ വേഗത്തിലെത്താം. ഇപ്പോൾ നമ്മോടൊപ്പം സുനിൽ അരുമാനൂർ കൂടിയുണ്ട് ന്യൂസ് റൂമിൽ. DNA പരിശോധനാ ഫലം പുറത്തു വന്നതിന്റെ വിവരങ്ങളുമായി. സുനിൽ, ഈ DNA പരിശോധനാ ഫലം പോസിറ്റീവ് ആണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ ജിഷയുടെ കൈനഖത്തിന്റെ അടിയിൽ നിന്ന് ലഭിച്ച കോശങ്ങൾ അടക്കമായി ഇത് മാച്ച് ചെയ്യുന്നു എന്ന തരത്തിലുള്ള സൂചനകളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ ഈ DNA പരിശോധനാ ഫലത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ എന്താണ്? മനു, ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കേസിൽ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള മീൻ അമറുളിനെ പ്രതിയാണ് എന്നുള്ള രീതിയിൽ കരുതി അറസ്റ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ DNA പരിശോധനാ ഫലത്തിന് വേണ്ടി കാത്തിരുന്നത്. തിരുവനന്തപുരത്തെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള DNA ഫലം ലഭിച്ചപ്പോൾ നേരത്തെ ലഭിച്ച ഫലവും ഇതും തമ്മിൽ നോക്കിയപ്പോൾ സെയിം ആണ് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അതായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന DNA ഫലവും ഇവിടെ നിന്ന് ലഭിച്ച DNA ഫലവും ഒന്ന് തന്നെ എന്നുള്ള ഒരു റിസൾട്ട് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനും അതോടൊപ്പം തന്നെ ജിഷയുടെ അമ്മയെയും അതോടൊപ്പം ജിഷയുടെ സഹോദരിയുമായ ഉള്ള ഒരു കൂടിക്കാഴ്ചയുമാണ്. കാരണം അവരും കൂടെ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. കാരണം ഈ കേസിലേക്ക് നിർണായകമായ വഴിത്തിരിവായത് ഈ ചെരുപ്പ് തന്നെയായിരുന്നു. കാരണം അന്ന് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ ചെരുപ്പ് കണ്ടെത്തിയെങ്കിൽ പോലും അതിനകത്ത് കൂടുതൽ അന്വേഷണം നടത്താൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ കൃത്യമായി DGPയുടെ ബെഹ്റയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് ഇതിനകത്തുള്ള ബ്ലഡ് സാമ്പിൾസിൻ്റെ ഒരു പരിശോധന ഫോറൻസിക് ലാബിൽ നടത്തുകയും അതിനുശേഷം DNA പരിശോധന എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായത് പെരുമ്പാവൂരിലെ കുറുപ്പുംപടിയിലെ കടയുടമയുടെ മൊഴിയായിരുന്നു. ഇവിടെ നിന്ന് കറുത്ത നിറമുള്ള പ്ലാസ്റ്റിക് ചെരുപ്പ്, ഈ റബ്ബർ ചെരുപ്പ് വാങ്ങിയത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അയാൾ ഓർത്തിരുന്നു. കാരണം ഇത്തരത്തിലുള്ള ചെരുപ്പ് സാധാരണ മറ്റുള്ളവർ വാങ്ങാറില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മൊഴി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടത്തിയത്. അതായത് 28-ാം തീയതിയാണ് ജിഷയെ കൊല്ലപ്പെട്ട നിലയിൽ ഈ ജിഷയുടെ വീട്ടിൽ കാണപ്പെട്ടത്. ഏപ്രിൽ 15-ാം തീയതി ജിഷയും ഈ ജിഷയുടെ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ള മീൻ അമറുൾ അസം സ്വദേശി. ഇവർ ബൈക്കിൽ കറങ്ങുന്നത് കണ്ട ആളുകൾ മൊഴി നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവർ പെരുമ്പാവൂരിൽ ഒരു സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ജിഷയെ കൊണ്ട് ബ്യൂട്ടി പാർലറിലാക്കാൻ പോയതും ഈ പറയുന്ന അസം സ്വദേശിയായ മീൻ അമറുൾ തന്നെയാണ്. ഇവർ തമ്മിൽ നേരത്തെ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുശേഷം ഇവർ തമ്മിൽ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തു എന്ന് ഇയാൾ തന്നെ പോലീസിന്
പോലീസിന് ചോദ്യം ചെയ്യലിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. അങ്ങനെ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇയാൾക്ക് ലൈംഗിക വൈകൃതം, ക്രൂരമായ ലൈംഗിക രീതികൾ അവലംബിക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥരോട് ഇയാൾ തന്നെ പറഞ്ഞു. ഇയാളുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അതുപോലെ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നുള്ള മദ്യം ഉപയോഗിക്കുന്ന സ്വഭാവവും ഈ പറയുന്ന മീൻ അമറോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. സംഭവ ദിവസം 4 മണിയോടുകൂടിയാണ് ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തിയത്. ജിഷയെ ലൈംഗികമായി ഉപയോഗിക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി ആണ് മദ്യം ജിഷയുടെ വായ്ക്കുള്ളിലേക്ക് മദ്യം ഒഴിച്ചു എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. കാരണം അതും ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും മാറ്റി പറയുമോ എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തീർച്ചയായും ഇതിനകത്തൊരു കൃത്യമായ രീതിയിലുള്ള ഒരു വിശദീകരണം. സുനിൽ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു, അത് റെക്കോർഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലായ സമയത്ത്. ഇനി വീണ്ടും ഇപ്പോൾ സാജു പോൾ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ സാജു പോൾ, ഒടുവിൽ ജിഷ വധക്കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു, എന്താണ് പറയാനുള്ളത്? ശ്രീ സാജു പോൾ കേൾക്കാമോ? ഒടുവിൽ ജിഷ വധക്കേസിലെ നമ്മളെല്ലാവരും കാത്തിരുന്ന, രാജ്യം ഒന്നടങ്കം കാത്തിരുന്ന ആ പ്രതി പിടിയിലായിരിക്കുന്നു. ഹലോ, താങ്കൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഒടുവിൽ രാജ്യം മുഴുവൻ ഒന്നടങ്കം കാത്തിരുന്നതാണ് ജിഷ വധക്കേസിൽ. ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം കാണിച്ച അലസത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒടുവിൽ ആ പ്രതി പിടിയിലാകുമ്പോൾ താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്? തീർച്ചയായിട്ടും കേരളം കാത്തിരുന്ന വളരെ ആശ്വാസകരമായ ഒരു വിവരമാണ് ഈ കൊലപാതകിയെ കണ്ടെത്തിയ വിവരം സ്ഥിരീകരിച്ചത്. കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് കാണിച്ച അന്വേഷണ പാടവത്തെ അഭിനന്ദിച്ചുകൊണ്ട് കേരള പോലീസിന്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലായി ഈ കേസന്വേഷണത്തിന്റെ സ്ഥിതി മാറിയതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഔദ്യോഗികമായി ജിഷയുടെ കൊലപാതകിയെ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം. ഒരുപക്ഷെ ശ്രീ സാജു പോൾ, ഏറ്റവും പ്രധാനമായത് ഇവിടെ 2 ഘട്ടങ്ങളുണ്ടായിരുന്നു ഈ കേസിന്. ആദ്യം ഒരു അന്വേഷണ സംഘം നടത്തി, പിന്നീട് പുതിയ സർക്കാർ വന്നപ്പോൾ പുതിയ അന്വേഷണ സംഘം ചുമതലയേറ്റതിനു ശേഷം കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയിലേക്ക് എത്തിയത്. കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കപ്പെട്ടു. എന്നാൽ ആദ്യ അന്വേഷണ സംഘത്തിന് ഇത് ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റുകയും ചെയ്തിരുന്നു. തീർച്ചയായും ആദ്യഘട്ടത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണോ നീങ്ങുന്നതെന്നത് സംബന്ധിച്ചും, അതുപോലെ തന്നെ ഇത് ശരിയായ രീതിയിൽ അന്വേഷിച്ച് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുമോ എന്നത് സംബന്ധിച്ചും വളരെയേറെ ആശങ്കകളുണ്ട്. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ് നല്ല ഒരു സംഘത്തെ, അന്വേഷണ സംഘത്തെ ചുമതലയേൽപ്പിച്ച് അവർ വളരെ ശാസ്ത്രീയമായും അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും സൂക്ഷ്മമായും നടത്തിയ അന്വേഷണം, ആ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും മാധ്യമങ്ങളിലാകെ പുറത്തു വരികയും അതിന്റെ പുരോഗതി പടിപടിയായി ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഏതായാലും ലക്ഷക്കണക്കിന് ഫോൺ കോളുകൾ പരിശോധിച്ച്, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്ത് തീർച്ചയായിട്ടും ആ രീതിയിലൊരു നല്ല അന്വേഷണ പുരോഗതി ഈ സംഭവത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഇപ്പോ എല്ലാവർക്കും അറിയുന്ന, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം എപ്പോഴും കാണാറുള്ള ഒരു കടയുടെ മുന്നിൽ സ്ഥാപിച്ച CCTV-യിൽ നിന്ന് വരെ ദൃശ്യങ്ങൾ ശേഖരിച്ചു. അപ്പൊ പോലീസ് 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ അത് ഈ സമീപ പ്രദേശങ്ങളിലുള്ള പ്രധാന സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ശേഖരിച്ചു എന്നാണ് പിന്നീട് അറിയുന്നത്. അപ്പൊ അങ്ങനെ ഈ എടുക്കാവുന്ന എല്ലാ ആധുനിക മാർഗങ്ങളും രീതികളും അവലംബിച്ചുകൊണ്ടാണ് ഈ കേസിന് ഇപ്പോൾ ഒരു പരിസമാപ്തി, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് കേരള പോലീസിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് രാഷ്ട്രീയമായ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തി കൂടി ഈ കേസന്വേഷണത്തിന്റെ പുരോഗതിയിൽ, ഇപ്പോ DGP ശ്രീ ലോക്നാഥ് ബെഹ്റ പെരുമ്പാവൂരിൽ വന്നു. അതുപോലെ മറ്റ് ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഒരു വലിയ സംഘം പെരുമ്പാവൂരിൽ തമ്പടിച്ച് അവിടുത്തെ ട്രാഫിക് യൂണിറ്റിന് വേണ്ടി കൊടുത്തിരുന്ന പഴയ സബ്ട്രഷറി മന്ദിരം തന്നെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്യുകയും, അതുപോലെ ഈ കേസിൽ പ്രതിയെ കണ്ടെത്താൻ വേണ്ട എല്ലാ സാധ്യതകളും, അതിന്റെ എല്ലാ വശങ്ങളും അവർ പരിശോധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബഹുമാന്യായ മുഖ്യമന്ത്രി തന്നെ നിരന്തരം ഈ കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് അപ്പോൾ അദ്ദേഹം വിവരം ശേഖരിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണല്ലോ അദ്ദേഹം ഇന്ന് നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അതിൽ
വളരെയേറെ ആശ്വാസമുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗക്കാരടക്കമുള്ള സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന, അവർക്ക് ജീവിതത്തിൽ എല്ലാ നിലയിലും ഒരു കവചമായി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ കൂടി ഈ സംഭവം ഇടയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ സാജു പോൾ ഞങ്ങളോടൊപ്പം ചേർന്നതിന് പ്രതികരിച്ചതിന്.